സ്ഥിരമായിട്ട് ഇവരിങ്ങനെ വിളിച്ചോണ്ടിരുന്നിരുന്നിരുന്ന് ഞാൻ വാച്ച് ചെയ്യാൻ കൂടുതൽ തുടങ്ങി. ഇപ്പം നമ്മുടെ വീട് ഒരു ശകലം റോഡിൽ നിന്ന് കയറിയ, അപ്പം ഞാൻ ഇവള് ഇങ്ങനെ സംസാരം മുറുകിയപ്പോഴത്തേനും ഞാൻ പമ്മിയിരുന്നു ഇത് കേട്ടു തുടങ്ങി, ഫോണിൽ കൂടെ പറയുന്നത് കാര്യങ്ങൾ. അപ്പം ഞാൻ 4:45 വരെ അവിടെ നിന്ന്. ഇവള് മൂന്നാറിന് പോയതായിരിക്കും തിരിച്ചു വരുന്നത്. അതിന് മുന്നേ മൂന്നാർ പോയെന്ന് എന്നോട് പറഞ്ഞത് സത്യമാണ്. മൂന്നാറിന് അയാളുടെ കൂടെ പോയെന്ന് പറഞ്ഞത് സത്യമാണ്. ഞാൻ ഇതൊന്നും വേറെ ആരോടും പുറത്ത് പെണ്ണുമ്പിള്ളേടെ ഇത് പുറത്ത് പറയാൻ പറ്റില്ല, നമ്മളിത് വെച്ചോണ്ടിരുന്നു. അപ്പം ഇവളിത് ഈ പിള്ളേരെ ഓർത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ പിള്ളേരെ ഓർത്ത് നീ ഇത് നിർത്ത് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പിള്ളേർ 3 ആൺപിള്ളേർ 60 പിള്ളേരല്ലേ, ഇത് പ്രശ്നമാക്കണ്ടല്ലോ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ. ഒന്നാമത് അച്ഛൻ മരിച്ചിട്ട് ഒത്തിരി ആയില്ല. നിങ്ങൾ അവരോട് അയാളുടെ ഇന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു? അതങ്ങനെയല്ല, ഒരു പണം ഇരിപ്പുണ്ടായിരുന്നു മേഡം. പണയം എടുക്കാനായിട്ട് ഇവിടെ പറഞ്ഞു കൂട്ടുകാരിയോട് പൈസ മേടിക്കാന്ന് പറഞ്ഞു. കൂട്ടുകാരിയോട് എന്ന് പറഞ്ഞു പോയി ചോദിച്ചത് ഇവനോടായി ചോദിച്ചത്. ഷാജി എന്നാണ് എന്നോട് പറയുന്നത്. എനിക്ക് ഈ സംഭവം അറിയത്തില്ലല്ലോ. കുഞ്ഞുങ്ങളോട് വളരെ സ്നേഹമായിട്ടാണോ പെരുമാറുന്നത്? കുഞ്ഞുങ്ങളോട് ആദ്യമൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ആദ്യമൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇവനുമായിട്ട് ലോഹ്യം മൂത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് സമയമില്ല പിള്ളേരുടെ കാര്യം ശ്രദ്ധിക്കാൻ. മായ വന്നിട്ടുണ്ട്, അവരെ വിളിക്കാം നമുക്ക്. പരാതി പറ്റി അറിഞ്ഞുവല്ലേ മായ? അറിയാലോ. എന്താ പരാതി? മക്കള് വന്നിട്ടുണ്ട് ഇവിടെ? ഒരാള് വന്നിട്ടുണ്ട്. എന്താ മക്കളുടെ പേര്? അജിത്ത്, അനൂപ്, അഖില. എത്ര നാളായി കുഞ്ഞുങ്ങളെ കണ്ടിട്ട് മായ? 4 മാസം. 4 മാസമായി. 14 വർഷത്തിനിടയ്ക്ക് 4 മാസം മറ്റൊരു വീട്ടിൽ പോയി കുഞ്ഞുങ്ങളെ കാണാതിരുന്നത് എങ്ങനെ സാധിച്ചു മായ? ഇതിനിടയ്ക്ക് പിന്നെ നമുക്ക് വീട്ടിൽ വിളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പണ്ടത്തെ കാലം പോലെ നമുക്ക് ഫോണുണ്ട്, നമുക്ക് എപ്പോ വേണമെങ്കിലും കുഞ്ഞുങ്ങളെ വിളിക്കാം. ഞാൻ 2 പ്രാവശ്യം വിളിച്ചായിരുന്നു മാഡം. അന്നേരമൊക്കെ അവര് എന്നോട് സംസാരിക്കാൻ തയ്യാറല്ലായിരുന്നു. അതിന്റെ കാരണം അത് എന്റെ തെറ്റ് തന്നെയാ. അറിവായ കുഞ്ഞുങ്ങള്, അറിവായ മക്കള്, പ്രത്യേകിച്ച് ആൺകുട്ടികള്, അവരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് മാനക്കേടുണ്ടാവുന്ന ഒരു കാര്യം അല്ലേ? ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും മാനക്കേടുള്ള കാര്യം അവളുടെ മൊറാലിറ്റിയാണ്. അവളുടെ ആ ഒരു സ്വഭാവത്തിൽ മോശം വന്നു പോയി കഴിഞ്ഞാൽ മറ്റൊരു മാപ്പും അതിനകത്ത് നമുക്ക്, നമ്മുടെ ഒരു സമൂഹം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെന്ത് സാഹചര്യമായാലും ഈ ഒരു കാര്യത്തിന് മാത്രം നമ്മളെ ആരും ന്യായീകരിക്കത്തില്ല. ബാക്കിയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞു നിൽക്കാം. അപ്പൊ അതുകൊണ്ടാണ് അവര് നിങ്ങളോട് സംസാരിക്കാതിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് അവരെ കൺവിൻസ് ചെയ്യിക്കായിരുന്നു, അവരെ വിളിച്ച് നിങ്ങളുടെ സാഹചര്യം പറയാമായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സംഗതി, നമ്മുടെ ഒരു മനസ്സിനെ പറ്റിപ്പോയ ഒരു അബദ്ധം, അത് തിരുത്തി വരാൻ പറ്റുമായിരുന്നു. എന്താണ് കുഴപ്പം ഈ ബിജുവിന്? എന്താ പ്രശ്നം? എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും സ്വഭാവത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ? കുറച്ച് കടം മേടിച്ചിട്ട് പുള്ളി ഇവിടെ പോയി കൊടൈക്കനാലൊക്കെ പോയി. അങ്ങനെയാണ് ഞങ്ങള് അന്വേഷിക്കുന്നില്ല എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അങ്ങനെയാണ് ഞാൻ മറ്റേ പുള്ളിയായിട്ട് ഇഷ്ടത്തിലാകാൻ കാരണം. കൊടൈക്കനാലിൽ എന്തിനാ പോകുന്നത്? അവിടെ പണി അന്വേഷിച്ചു പോയതാണ്. പണി അന്വേഷിച്ചു പോയതാ? എത്ര നാളുണ്ടായിരുന്നു അവിടെ? 6 മാസം കാണുമായിരിക്കും, എനിക്ക് കൃത്യം അങ്ങനെ അറിയത്തില്ല. എന്നാലും ഒരു 5-6 മാസം അവിടെ പോയി തിരിച്ചു വന്ന്. ഈ 6 മാസത്തിനിടയ്ക്ക് വന്നതൊന്നുമില്ല? ഇടയ്ക്ക് 2 പ്രാവശ്യം വന്നായിരുന്നു. അതാണ് പ്രധാന കാരണം. ഈ പിന്നെ എവിടെ പേരെന്താ, ഷിനുവോ അതോ ഷാജിയോ? ഷിനുവായിട്ട് അടുപ്പം ഉണ്ടാവാനുള്ള പ്രധാന കാര്യം അതാണ്. ഇയാളവിടെ കൊടൈക്കനാലിൽ പോയൊക്കെ നിൽക്കുന്നു, അന്യ സ്ഥലത്ത്. അപ്പൊ ഇനിയിപ്പോ നമ്മളെ അന്വേഷിക്കത്തില്ല എന്ന് തോന്നി അല്ലേ? ഈ ഗൾഫിലൊക്കെ ഭയങ്കര ഒരുപാട് വർഷമൊക്കെ ഗൾഫിലൊക്കെ പോയി പലരും ജോലി ചെയ്തിട്ട് വരാറുണ്ടല്ലോ. അപ്പം അത് എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ? 10, 15, 20, 25 വർഷമൊക്കെ ഗൾഫിൽ നിന്നിട്ട് ഇടയ്ക്ക് ലീവിന് വരും. 3 വർഷം കൂടുമ്പോൾ വരും, 4 വർഷം കൂടുമ്പോൾ വരും. അത് ഭർത്താവ് അന്വേഷിക്കാത്തതാണ്. അയാൾ ജോലി അന്വേഷിച്ചല്ലേ പോയെ? മറ്റേതെങ്കിലും സ്ത്രീയായിട്ട് അയാൾ കൊടൈക്കനാലിൽ പോയി അവിടെ താമസിച്ച് അവിടെ സുഖജീവിതം ആസ്വദിച്ചുകൊണ്ട് അയാൾ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു ന്യായം പറയാം. അവിടെ പോയിട്ട് കുറെ കടമൊക്കെ പൈസ മേടിച്ചവരൊക്കെ എൻ്റെ അടുത്ത് വന്ന് മോശമായിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് എന്തിനാ ബിജു കടം വാങ്ങിക്കുന്നത്? അവിടെ പോയി മേഡം അങ്ങനെയൊന്നുമല്ല. ഞാനവിടെ പിന്നെ ഒരു പാർട്ടിയുടെ അടുത്ത് പണിയാൻ പോയതാണ്. പണി അവിടെ കുറവായിരുന്നു. അത് ഇവിടെ തീർത്ത് വന്നപ്പോഴാണ് അങ്ങനെ പോയത്. പണിയിലായിട്ട് ഞാനിങ്ങനെ ഏലപ്പാറ വന്നു. ഏലപ്പാറ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. ഏലപ്പാറ ഞാൻ കാലത്തും വൈകിട്ടും വിളിക്കുന്ന ആളാണ്. അപ്പം 2 ദിവസം അവിടെ പോയി നിൽക്കേണ്ടതായിട്ട് വന്നു. എൻ്റെ കയ്യിലെ പൈസ തീർന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഫോൺ വിളിച്ചു. വൈകിട്ട് വിളിച്ചില്ല. വൈകിട്ട് വിളിച്ച് 6 മണി കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ തിരിച്ചു പോരാൻ പൈസയില്ല. ഞാൻ ഈ മൊബൈൽ ആ കടക്കാരൻ്റെ പണയം വെച്ചിട്ട് ഞാനിങ്ങ് പോരാൻ ഒരുങ്ങിയപ്പോൾ പിന്നെ നമ്മുടെ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു, നിന്നെ അവിടെ കണ്ടില്ലെന്ന് പറഞ്ഞു, നിന്റെ പെണ്ണുമ്പിള കൊണ്ട് കേസ് കൊടുത്തെന്ന് പറഞ്ഞു. ഇവിടെ കേസ് കൊടുത്ത പോലീസ് സ്റ്റേഷനിലോ? എൻ്റെ ജീവിതത്തിൽ
പോലീസ് സ്റ്റേഷനിൽ കേട്ടിട്ടുണ്ടായ മായ കൊടുത്ത കേസിന് മാത്രം ഞാൻ ഇത്ര പ്രായത്തിന് എന്തോന്നും പറഞ്ഞാ കൊടുത്തേ? എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയി കേസ് കൊടുത്തു. മേഡം അങ്ങനെ കേസ് കൊടുക്കാൻ കാരണം ഞാൻ പണി കഴിഞ്ഞ് വന്നപ്പോ രാത്രിയില ഞാൻ വിളിക്കുന്നത്, അന്നേരം കിട്ടിയില്ല. കിട്ടാതെ വന്നപ്പോ ഞാൻ ഇവരുടെ അമ്മ എന്നോട് ചോദിച്ചു, എന്റെ കൊച്ചിന് എന്നാ പറ്റിയെന്ന് അറിയത്തില്ലല്ലോ, അങ്ങനെയാന്ന് പറഞ്ഞ ഭയങ്കര കാർച്ചയൊക്കെ ആയിരുന്നു. അപ്പൊ കിട്ടാതെ വന്നപ്പോ അവരും പേടിച്ചു കാണും. എന്നിട്ട് ഞാൻ പുള്ളിയുടെ ചേട്ടനെ വിളിച്ചു പറഞ്ഞു. അന്നേരം ചേട്ടനും ചേച്ചിയൊക്കെ വന്നു. ഈ പുള്ളിയുടെ പെങ്ങടെ കെട്ടിയവനെ ഞാൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അവരും വന്നു. അളിയനും ഈ ചേട്ടനും കൂടി പറഞ്ഞിട്ടാണ് ഞാൻ കേസ് കൊടുത്തത്. ഞാൻ മനസ്സായിട്ട് കൊടുത്തതല്ല മേഡം. പക്ഷെ ഒരു ദിവസം ഒരു ദൂരെ ജോലിക്ക് പോയ ഒരാള് അന്നത്തെ ഒരു ദിവസം അയാളെ പിറ്റേ ദിവസം വിളിച്ചിട്ടും കിട്ടിയില്ല, രാവിലെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അങ്ങനെയാണ് അവര് പറഞ്ഞു. രണ്ടു ദിവസമായിട്ട് കിട്ടിയിട്ടില്ല. അന്ന് വൈകിട്ടും കിട്ടിയില്ല, രാവിലെയും കിട്ടിയില്ല. അപ്പൊ അവര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാണാൻ വന്നപ്പോ എന്നെ ചെയ്യാൻ പറ്റും, അന്ന് നമുക്ക് ഒരു പരാതി കൊടുക്കാന്നും പറഞ്ഞ് ഈ ചേട്ടനും പണിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വിളിക്കാൻ പറ്റിയല്ലോ. അതങ്ങനെ ഞാൻ രാവിലെയാണ് ഇത് പണയം വെക്കുന്നത് പോരാൻ വേണ്ടി. അല്ലാതെ ഞാൻ ഇന്ന് വരെ ഒരു കേസുമായിട്ട് തന്നെ ഇന്ന് വരെ ഞാൻ ആകെപ്പാടെ സ്റ്റേഷനിൽ കയറിയേക്കുന്ന ഈ 2 കേസിനാണ്. അന്ന് വൈകിട്ട് വന്നിട്ടാണ് വിളിച്ചിട്ട് കിട്ടിയില്ല. ഇപ്പൊ രാത്രിയിലും 3-4 പ്രാവശ്യം ട്രൈ ചെയ്ത്, ഒരു പ്രാവശ്യം ട്രൈ ചെയ്തപ്പം ആ കടക്കാരനാണ് ഫോൺ എടുക്കണേ. ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പണയം വെച്ച കാര്യമൊന്നും അല്ല മേഡം പറയണേ, ഇവിടെ ഫോൺ തന്നിട്ട് പോയെന്നാ പറയണേ. അന്നേരം നമ്മൾ എന്നെ ചെയ്യാൻ പറ്റും? പേടികൊണ്ടാണ് ബിജു. അതിനകത്ത് ഒരു ഭർത്താവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ ഭാര്യയെ വിളിക്കുന്ന ആകാംക്ഷയല്ലേ? എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടോ? ഒരാൾ ഫോൺ ഒരു കടയിൽ കൊടുത്തിട്ടങ്ങ് പോയി എന്ന് പറയുന്നു, വല്ല അപകടം പറ്റിയതാണോ? ആരെങ്കിലും അപകടപ്പെടുത്തിയതാണോ? അന്ന് പോകുന്ന അന്നും കൂടി പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ മരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് പേടിച്ചു പോയി. എന്തോത്തിനാ മരിക്കുള്ളൂ എന്ന് പറഞ്ഞ? പണിയില്ലാണ്ട് ഞാൻ മരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ട് ഞാൻ പേടിച്ചു പോയിട്ടാണ് ഞാൻ ഈ പരാതി ഈ ചേട്ടനും അളിയനും പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കണേ. ഇല്ല, അത് കുഴപ്പമില്ല. അത് സ്നേഹക്കൂടലുണ്ടല്ലേ ബിജു? നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോയിട്ട് കാണാനില്ല, അയാളുടെ ഫോണും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്ന വലിയ കാര്യമാണോ? നിങ്ങൾ വേറെന്തെങ്കിലും നിങ്ങളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞൊരു പരാതി കൊടുക്കുന്നെങ്കിലല്ലേ നിങ്ങൾക്ക് അതിൽ വിഷമം ഉണ്ടാവേണ്ട കാര്യമുള്ളൂ. അല്ല, എനിക്കത് വിഷമമില്ല. അങ്ങനെ ഞാൻ അങ്ങനെ പോലും ഉപദ്രവിക്കുന്ന ആളാണ് ഞാൻ. ഇന്ന് വരെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ പോലും ഒരു കേസും ഞാൻ ഇന്ന് വരെ അവർക്ക് നിങ്ങൾ അന്വേഷിക്കത്തില്ല എന്നൊരു തോന്നൽ ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. കൊടൈക്കനാലിൽ പോയി നിന്നു, കടക്കാരൊക്കെ നിങ്ങളെ വിളിച്ച് മോശമായിട്ട് സംസാരിച്ചു. അവിടെ കഞ്ഞിക്കുഴിയിൽ നിന്ന് തന്നെ കുറെ പണിക്കാരെയും കൊണ്ടുപോയി. അപ്പൊ ഈ പൈസ പണിക്കൂലി കൊടുക്കാനുള്ളവർ പോലും എന്നെ വിളിച്ച് പല രീതിയിലും പറഞ്ഞിട്ടുണ്ട് മോശമായിട്ട്. അത് പേടിച്ചിട്ട് ഞാൻ ആ സിമ്മ് പോലും മാറ്റിക്കളഞ്ഞു മേഡം. 15 വർഷത്തിന് മുന്നിലേ ഷീനയെ വളരെ ഇഷ്ടപ്പെട്ടില്ലേ ബിജു ജീവിതത്തിൽ കൂട്ടിയത്. അതൊക്കെ 3 കുട്ടികളുമായി ഇത്രയും വർഷമായി അയാളുടെ ജീവിതത്തിൽ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നിട്ട് അയാളുടെ കൈവശം അയാൾ മദ്യപിക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്ത് പൈസ നശിപ്പിക്കുന്ന ആളാണോ? ആണോ? അങ്ങനെ പൈസ അങ്ങനെ അനാവശ്യമായിട്ട് കളയില്ല. മക്കളോട് സ്നേഹം ആയിട്ട് പെരുമാറാത്ത ആളാണോ? അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ല. മായയോട് വളരെ സ്നേഹമായിട്ട് തന്നെയാണോ പെരുമാറുന്നത്? അതൊക്കെ അതെയാണ്. അങ്ങനെ തന്നെയാണ്. ശാരീരികമായിട്ടോ മാനസികമായിട്ടോ നിങ്ങളെ ഉപദ്രവിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യുന്ന ആളൊന്നുമല്ലല്ലോ. അല്ല. പിന്നെ ഒരു 6 മാസം ഒരാൾ അന്യ സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ പോയി, അവിടെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ കാര്യങ്ങൾ നീങ്ങിയില്ല, ഇച്ചിരി കടം വാങ്ങിക്കേണ്ടി വന്നു. ആ സമയത്ത് നമ്മൾ അയാളെ സപ്പോർട്ട് ചെയ്ത് അയാളെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കാനല്ലാതെ അയാളെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഒരു ജോലിക്ക് പോവാതെ ഉപദ്രവിക്കുന്ന ഒരാളായിട്ട് വിചാരിച്ചിട്ട് അതൊരു എക്സ്ക്യൂസ് ആണോ വേറൊരാളുടെ കൂടെ പോവാൻ? അത് തന്നെയല്ല, ഈ ഷിനുവിൻ്റെ കൂടെ ഞാൻ ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്നോട് പല പ്രാവശ്യം പറഞ്ഞു, നീ അങ്ങനെ പോവുകയാണെങ്കിൽ പോക്കോ, എനിക്ക് പൈസ കൊണ്ടുവന്നാൽ മതി. അതുപോലെ തന്നെ ഈ അടിമാലി വെച്ച് ഒരു പ്രാവശ്യം ഞങ്ങൾ 2 പേരും പോയപ്പോൾ എന്നെ കൊണ്ട് വിളിപ്പിച്ച് 15,000 രൂപ ചോദിപ്പിക്കുകയും ചെയ്താ. അയാളോടോ? അതെന്നാ അറിയാം മേഡം, ആ പുള്ളിയെ കാണാൻ വേണ്ടിയാണ് ഞാൻ അന്ന് ഇവിടെ അടിമാലി കൊണ്ടുപോയതും. ഇവിടെ കൊണ്ട് വിളിപ്പിച്ച് ഇവളോട് ആകുന്നത് പറഞ്ഞു, ഫോണിൽ വിളിച്ചിട്ട് വരാൻ പറയണമെന്ന് പറഞ്ഞു. ഞാൻ അടിമാലി ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ അതിന് മുന്നേ അമ്മ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ നമ്പർ എൻ്റെ കാങ്കൽ ഇവിടെ ഫോണിൽ വിളിക്കുന്നത്. അത് പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ വിളിച്ചും പൈസയുടെ കാര്യം ചോദിച്ചത്. അങ്ങനെയാണോ? അതെനിക്കറിയില്ല. അടിമാലി വെച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അത് മാത്രമേ എനിക്കറിയാം. ഞാൻ അതിന്റെ കാരണം അയാൾ പറയുന്നതാണ്. എങ്ങനെയെങ്കിലും ഇയാളെ ഒന്ന് നേരിട്ട് കാണാമല്ലോ, ഇയാൾ ആരാണ് എന്താണ് എന്നൊക്കെ ഉള്ളതൊന്ന് കാണാനും അറിയാനും വേണ്ടിയിട്ട്
മറ്റൊരു പുരുഷന്റെ കൂടെ പോയാലും കുഴപ്പമില്ല, കാശ് കിട്ടിയാൽ മതി, അങ്ങനെ ഒരാളാണോ ബിജു? അങ്ങനെ ഒരാളാണോ ബിജു? മനസാക്ഷി തൊട്ട് പറയുക. അത്രയും നാളും അങ്ങനെ അല്ലായിരുന്നു. പിന്നെ ഈ ഒരു ഷിനുവിന്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ അവളാരാണ് കോടീശ്വര പ്രഭു? ഇഷ്ടംപോലെ കാശ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഭർത്താവ് ഇഷ്ടംപോലെ കാശ് കിട്ടാൻ വേണ്ടി വിടുന്ന സ്ത്രീയുമായിട്ട് ബന്ധം വെക്കുന്ന ആളാണോ ഈ ഷിനു? ഇങ്ങനെ പറയൂ. അങ്ങനെ പറയുന്ന ഒരാളാണോ? ഈ 3 മക്കളായി, നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചു, പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിൽ നിന്ന് പുറത്തു പോയി, അങ്ങനെ വീട്ടുകാരെല്ലാം അറിഞ്ഞ് കാത്തിരുന്ന് കല്യാണം കഴിച്ചവരില്ലേ നിങ്ങൾ? ഈ 15 വർഷത്തിനിടയ്ക്ക് അയാൾ നിങ്ങളുടെ ആരുടെ കൂടെ നിങ്ങൾ പോയാലും മതി, സാമ്പത്തികമായിട്ട് ഒരു ലാഭം കിട്ടിയാൽ മതി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഷിനുവിന് മുന്നിൽ വേറെ ആരുടെയെങ്കിലും ഇതുപോലെ ക്യാഷ് വാങ്ങാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഇല്ലല്ലോ, പിന്നെന്താ അങ്ങനെ? ഇത് വളരെയധികം കാശ് വളരെ ലാവിഷായിട്ട് ചെലവാക്കുന്ന ഒരാളാണോ ഷിനു? അല്ല. അല്ല. പിന്നെന്താണ് ഷിനുവിന് നമ്മൾ അങ്ങനെ ചോദിക്കാൻ ആൾക്കാരോട് എപ്പോ എന്ത് രീതിയിലുള്ള ഒരു താല്പര്യം തോന്നുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അത് ലോകത്ത് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല, പറ്റത്തില്ല. ആ സാഹചര്യം അങ്ങനെ തോന്നും. അത് തെറ്റും ശരിയൊക്കെ പിന്നെ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ എങ്കിലും പറയുകയാണ്, നമുക്ക് എന്തുകൊണ്ട് ആയോട് ആ ചോദ്യം ചോദിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ 3 മക്കൾ, നിങ്ങളൊരു അമ്മയാണ്, ഭാര്യ മാത്രമല്ല. ആ കുഞ്ഞുങ്ങളെ ഇത്ര നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റി എന്നുള്ളത് മാത്രമേ നമ്മുടെ മുമ്പിലുള്ള ചോദ്യമുള്ളൂ. ആ 3 മക്കൾക്ക് ആരാണ് അമ്മ? നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഒരു ഭർത്താവിനെ അങ്ങ് കളഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റി വേറൊരാളുമായിട്ട്. ആ കുഞ്ഞുങ്ങൾക്ക് ഇനി ആരാണ് അമ്മ? കുഞ്ഞുങ്ങളെ കാണണമെന്ന ഒരു തോന്നലുമില്ലേ? ഈ 4 മാസത്തിനിടയ്ക്ക് അയാളൊരു ന്യായമുള്ള മനുഷ്യനാണെങ്കിൽ, നിന്റെ 3 കുഞ്ഞുങ്ങളാണ്, ആൺകുട്ടികളാണ്, നീ ചെയ്തത് ശരിയായില്ല, തെറ്റാണ്, നിന്റെ കുഞ്ഞുങ്ങളെ കണ്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നീ ശ്രമിക്കണം എന്ന് അയാൾ പറഞ്ഞതേ ഇല്ലേ? പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ ആ വീട്ടിൽ തുണി എടുക്കാനും നിങ്ങളുടെ ആധാർ കാർഡും മറ്റു കാര്യങ്ങളും ഒക്കെ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ആ വീട്ടിൽ പോകാൻ പറ്റി, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണാൻ പോകാൻ പറ്റിയില്ലേ? നിങ്ങൾ എവിടെ ആരെന്ത് ചെയ്യുന്നു? അയാളുടെ സ്ഥലത്ത് വേറൊരു ഭർത്താവാണെങ്കിൽ നിങ്ങൾ എന്നേ നിങ്ങളെ കൈകാര്യം ചെയ്തേനെ. നിങ്ങൾ പലതവണ ഈ ഷിനുവായിട്ട് പോയി പിന്നെ താമസിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴും നിങ്ങൾക്ക് മാപ്പ് തന്ന് സ്വീകരിച്ച ഒരാളാണ് ബിജു. ഈ പ്രശ്നത്തിന് ശേഷവും നിങ്ങൾ കൂളായിട്ട് അയാളുടെ വീട്ടിൽ പോയി താമസിച്ചുകൊണ്ട് ബിജുവിന്റെ വീട്ടിൽ ചെന്ന് ബാഗും സാധനങ്ങളും ഒക്കെ എടുക്കാൻ നിങ്ങൾ പോയി. നിങ്ങൾക്ക് ആ സ്കൂളിൽ ചെന്ന് കുഞ്ഞുങ്ങളെ കാണാം, അല്ലെങ്കിൽ ആ വീട്ടിൽ ചെന്ന് കുഞ്ഞുങ്ങളെ കാണാം. അവരിനി കുറച്ചു നേരം മിണ്ടാതിരുന്നോട്ടെ, പക്ഷെ എത്ര നേരം മിണ്ടാതിരിക്കുക? അവര് പിള്ളേരല്ലേ. അതിനൊന്നും നിങ്ങൾക്ക് ശ്രമിക്കാനുള്ള മനസ്സുണ്ടായില്ല. മായയ്ക്ക് ഷിനുവായിട്ട് ഒരു സ്നേഹം തോന്നാനുള്ള കാരണം എന്താ? ഈ ഭർത്താവിനോട് മായയ്ക്ക് ഏതെങ്കിലും വെറുപ്പുണ്ടോ? വെറുപ്പ് തോന്നുമ്പോഴല്ലേ വേറൊരാളിനോട് നമുക്ക് കൂടുതൽ സ്നേഹം തോന്നുന്നത്? എന്താ കാര്യം പറയൂ മായ, എന്താണ് ഇയാളോട് നിങ്ങൾക്ക് താല്പര്യക്കുറവ് അല്ലെങ്കിൽ ഇയാളോട് വെറുപ്പ് തോന്നാനൊരു കാര്യം എന്താ? അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് കിട്ടാതെ വന്നാൽ എന്തെങ്കിലും ഒരു അവസ്ഥയുണ്ടോ? ഭർത്താവിനോട് എന്തെങ്കിലും വെറുപ്പുണ്ടോ ഇപ്പം? സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സുകൊണ്ട് അവരോട് വെറുത്തുപോയി. മനസ്സുകൊണ്ട് വെറുത്തുപോയി. അതിനുള്ള കാരണം പറയൂ. കാരണം അറിയണ്ടേ? അയാളുടെ കൂടെ 10-15 വർഷം ജീവിച്ച് 3 കുട്ടികളുടെ അമ്മയായി നിങ്ങൾ എന്തുകൊണ്ടാണ് ആ മനുഷ്യനെ വെറുത്തതെന്ന് അയാളുടെ ഭാഗത്തുനിന്ന് അയാൾക്ക് തെറ്റൊന്നുമില്ല. അയാളൊരു കിട്ടുന്ന പൈസ ഒരു വീഡിയോ പോലും വലിക്കുന്നില്ല, നന്നായിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്താണെന്ന് അയാൾ അറിയട്ടെ. എന്താ പറ്റിയത്? എന്താ കാര്യം? അതോ ഞാനൊന്നുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് അയാളുടെ ശാരീരിക സൗന്ദര്യത്തിൽ നിങ്ങൾ സംതൃപ്തയല്ലേ? അങ്ങനെയൊന്നും ഇതുവരെ ഞാൻ നോക്കിയിട്ടില്ല സാർ. പിന്നെന്താണ് ഭർത്താവിനോടുള്ള വെറുപ്പ്? മാനസികമായിട്ട് നിങ്ങൾ വെറുത്തു എന്ന് പറയാൻ കാരണം? കാര്യം പറയൂ, ഉത്തരം പറയൂ മായ. ഭാര്യയും അമ്മയായിരിക്കെ ചെയ്ത് മറ്റൊരു പുരുഷനോട് സ്നേഹം തോന്നിയത് തെറ്റാണെന്ന് നിങ്ങൾ ആദ്യമേ ഇവിടെ പറഞ്ഞു അല്ലേ? ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഭാര്യയും അമ്മയുമാണ്. അവിവാഹിതയാണെങ്കിൽ അത് പറയത്തില്ല. ഭാര്യ അമ്മയായിരിക്കും തെറ്റാണെന്ന് പറഞ്ഞു. ആ തെറ്റിനൊരു കാരണം ഉണ്ടായിരിക്കണമല്ലോ. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുമ്പം ഭർത്താവിനോട് എന്തെങ്കിലും ഒരു വിദ്വേഷമോ ഒരു പ്രതികാര മനോഭാവമോ അല്ലെങ്കിൽ അയാളോടുള്ള മറ്റ് ഞങ്ങൾക്കാർക്കും അറിയാൻ വയ്യാത്ത നിങ്ങളുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ഏതെങ്കിലും ഒരു കാരണങ്ങൾ കാണുമല്ലോ. അതെന്താണ്? പറയൂ മായ. ഈ ചിലര് കുറച്ച് കൂടുതൽ അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊന്നും ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഒരാളാണെന്നുള്ളത് അതാണോ കാര്യം? അയാളൊരു പരാതിക്കാരൻ വന്നിരിക്കുന്നു, ആ പരാതിക്ക് ഉത്തരം പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. മാഡം, ഞാനിപ്പോൾ പറയുന്നതുകൊണ്ട് വേറെ ഒന്നും തോന്നില്ല. ഭാര്യയാണ്
ഭാര്യ കുളിക്കുന്ന ഫോട്ടോ ഒളിഞ്ഞിരുന്ന് എടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? ഭാര്യയാണെന്ന് പറയുന്നുണ്ടല്ലോ. എപ്പോഴായാലും ഫോട്ടോ എടുത്തത്? ഞാൻ കുളിച്ചോണ്ട് നിൽക്കുന്ന ഫോട്ടോ പുള്ളി എത്ര പ്രാവശ്യം എടുത്തിട്ടുണ്ടെന്ന് അറിയാവോ? അത് എപ്പോഴായിരുന്നു? ന്യായമല്ല ഞാൻ പറയുന്നത്. ഒരു മിനിറ്റ്. ന്യായമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ എത്ര പ്രാവശ്യം ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് അറിയാവോ? ഒളിച്ചു നിങ്ങൾ കാണാതോ? ആ, പിന്നെ നിങ്ങൾ എപ്പോഴാ കാണട്ടെ ആ ഫോട്ടോ? ഫോട്ടോ എടുക്കുന്ന ശബ്ദം കേട്ടിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ അങ്ങനെ ഫോട്ടോ എടുക്കണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കുളിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ വന്ന് നിൽക്കും. ബാത്റൂമിൽ കുളിക്കുമ്പം കതവിന്റെ കുറ്റി കമ്പിട്ട് കിള്ളി എടുത്തിട്ട് അകത്ത് കയറി വരുമായിരുന്നു. അത് മേഡമേ, അത് ഞാൻ പറഞ്ഞില്ല, അവസാന ഘട്ടത്തിൽ ഇവള് ഞാനുമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്താണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഏത് അവസാന ഘട്ടത്തിൽ? ഞാൻ പറഞ്ഞ ലൈംഗികമായിട്ട് ഇവള് പുറകോട്ട് ഞാൻ പറഞ്ഞില്ലേ, അവസാനം ഷിനുവായിട്ട് അടുത്ത് വന്നപ്പോൾ അന്ന് അവസാന ഘട്ടത്തിൽ മാത്രമേ ഞാൻ അങ്ങനെ ഇവള് കുളിക്കുന്നിടത്ത് കയറിയിട്ടുള്ളൂ, അല്ലാതെ കയറിയിട്ടുമില്ല. അവസാനമായിട്ട് ഇവള് പോകുന്നില്ലേ ഷിനുവിൻ്റെ അടുത്ത് പോകുന്നതിന് മുന്നേ. ശരി, അങ്ങനെ ഫോട്ടോ ഭർത്താവ് എടുത്തെന്ന് പറയുന്നത് നിങ്ങൾ ഷിനുവായിട്ട് ഉള്ള സ്നേഹബന്ധം നിലനിൽക്കുമ്പോഴാണോ അതോ അതിന് മുമ്പാണോ? ഷിനുവായിട്ട് സ്നേഹമുള്ളപ്പോഴാണ്. സ്നേഹമുള്ളപ്പോഴാണ് പിന്നെ എങ്ങനെയാണ് അതൊരു കാരണമാണത്? നിങ്ങൾ ഓൾറെഡി ഷിനുവായിട്ട് പോയി അങ്ങനെയാണ് അവിടെ ഫോട്ടോ എന്റെ ഫോണിൽ കിടക്കുന്നുണ്ടല്ലോ. മായ, ഇവിടുത്തെ ചോദ്യം, ഇത്രയും കാലം ജീവിച്ചിട്ട് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തില് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ് നിങ്ങൾ മറ്റൊരു പുരുഷന്റെ കൂടെ പോയത്? അതാണ് ചോദ്യം. നമ്മൾ ചെയ്തിരിക്കുന്ന ഒരിക്കലും ദൈവത്തിന് നടക്കുന്ന ഒരു കാര്യമില്ല. ആ കുഞ്ഞുങ്ങള് ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു വർണ്ണപ്പകിട്ടങ്ങ് കഴിഞ്ഞിട്ട് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു പ്രായം ഉണ്ടാവും. അന്ന് ആ കുഞ്ഞുങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് കണ്ണീര് നമുക്ക് ചോര വരും. മായ, മനസ്സിലായോ? ആ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഒന്നും പറയാൻ സാധിക്കത്തില്ല, അവരോട് ഒരു ന്യായം പറയാൻ സാധിക്കത്തില്ല. ഇവിടെ വേറൊരു ഫോട്ടോ ഇവിടെ കാണിക്കണം. ആ ഫോട്ടോയെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? വേണ്ട, നോക്കൂ, ഇതിനെന്ത് മറുപടി പറയും മായ? നിങ്ങൾ ഇനിയും ബിജുവിനെ അടുത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഇല്ല. കുട്ടികളെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇല്ല. കുട്ടികളെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല? ഇല്ല. നിങ്ങൾ എന്തൊരു സ്ത്രീയാ? നിങ്ങൾക്ക് നിയമപരമായിട്ട് ഈ ഒരു വിവാഹം നിയമപരമായിട്ട് നിലനിൽക്കെ മറ്റൊരു പുരുഷനോടൊപ്പം താമസിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ശിക്ഷാർഹമാണെന്നറിയാമോ? അറിയാം. ഇന്ത്യൻ ശിക്ഷാ നിയമം 494, 495 വകുപ്പ് അനുസരിച്ച് ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾക്കും നിങ്ങളുടെ ഷിനുവിനെതിരെ കേസ് കൊടുത്താൽ കോടതിയിൽ നിൽക്കും, ശിക്ഷാർഹമാണ്. എന്ന് വെച്ചാൽ നിയമപരമായ ഒരു വിവാഹം നിലനിൽക്കുമ്പോൾ വിവാഹം കഴിച്ച സ്ത്രീയോ പുരുഷനോ മറ്റൊരു സ്ത്രീയോ മറ്റൊരു പുരുഷനുമായിട്ടോ പിന്നെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ശിക്ഷാ നിയമം 494, 495 വകുപ്പുകൾ പ്രകാരം ശിക്ഷാർഹമാണ്. ഷിനു വന്നിട്ടുണ്ടോ? ഇല്ല. ഷിനുവിന്റെ വീട്ടിലാണോ നിങ്ങളിപ്പം താമസം, അതോ വേറെ വാടക വീട്ടിലാണോ? വാടക വീട്ടിലായിരുന്നു. ഇപ്പൊ ഷിനു ആണ് നിങ്ങളെ സംരക്ഷിക്കുന്നത് അല്ലേ? അവിടുന്നാണ് ഇങ്ങോട്ട് വന്നത്. വാടക വീട്ടിലാണ് ഇപ്പോഴും താമസം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു സാമാന്യ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം, ഒരുപാട് പേര് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു മര്യാദ, ഒരു സ്ത്രീയെ സംരക്ഷിക്കണം എന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ എത്ര ഒരു 0.5% ചിന്തിക്കുന്നവനാണെങ്കിൽ പോലും 100-300 കിലോമീറ്റർ ഒറ്റയ്ക്കൊരു പെണ്ണിനെ അവിടുന്ന് അയച്ചിരിക്കുകയാണ് ഒരു സ്ഥലത്ത്. ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രായമായ ഒരു സ്ത്രീയാണ്, മറ്റൊന്നും പേടിക്കാനില്ല എങ്കിൽ പോലും ഒരാൾ അയക്കുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ സാമൂഹ്യാന്തരീക്ഷം വെച്ച് ഞാൻ ചോദിക്കുകയാണ്. ഇത് ഈ പോക്കിലങ്ങ് ഒഴിവാകുന്നെങ്കിൽ ഒഴിവാവട്ടെ എന്നാലും വിചാരിച്ചിരിക്കുകയും. മായയുടെ അമ്മയാണ്. എന്തായാലും അമ്മ ബിജുവിന്റെ അമ്മായിയമ്മയായിട്ടാണ് വന്നേക്കുന്നത്, മായയുടെ അമ്മയായിട്ടല്ല. பசங்க 3 பேரை விட்டுட்டு போயிருக்காங்களே, கொஞ்சம் முன்னாடியே போய் நேரம் அவங்க அந்த ஆள் வீட்டுல போய் பேசியிருந்தா அது சரியா இருக்கும் இல்லையா? அவங்க இது இப்போ போன அறியத்துல முதலாளி இளங்கிட்ட போன விழிச்சு പറഞ്ഞു, என் பிள்ளைக்கு ஒன்றுக்கும் நீ சகாயம் செய்யலாம், என் கெட்டியவன் கிடந்தாலும் பார்க்கண்டா, நான் எந்த வழியில் போனாலும் என்னை இத்திறக்க வேண்டாம்னு மாத்திரம் പറഞ്ഞതേ ഉള്ളു. പിറ്റേ ദിവസം പോയി കഴിഞ്ഞാൽ ഓടി വന്ന് കറന്നു വന്നിട്ടാ எனக்கு தெரியும் அது வீடு விட்டு போயின்னு. இப்போ எனக்கு தெரியாது இது எத்தனை நாளைக்கு அவங்க அவங்ககிட்ட பேசிக்கிட்டு இருந்துச்சு என்னன்னு எனக்கு தெரியாது. யார் உங்க வீட்டுல யார் இருக்காங்க? ഒരു പയ്യൻ മാത്രമേ? മറ്റേവരാണ് ചെന്നൈ താമസിക്കുന്നത്. ഒരാള് 4 മാസം മുന്നേ
മരിച്ചുപോയി. ഇവള് പോരുന്നതിന് 1 മാസം മുന്നേ വണ്ടി അപകടത്തിൽ ചെന്നൈ വെച്ച്. ഓ ഓ ഓ ഓ. ഒരു മാത്രമേ ഉള്ളൂ ഇപ്പം? അവർ ആ ചെറുക്കനേ ഉള്ളൂ. മായയ്ക്ക് എപ്പോഴും നടുവേദനയാണെന്നോ അതിന് ട്രീറ്റ്മെന്റിലൊക്കെ ഇരുന്ന ആളല്ലേ? നടുവേദന അങ്ങനെയില്ല, ഈ മൂത്രത്തിൽ പഴുപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ അല്ല, അങ്ങനെയൊക്കെയുള്ള അസുഖമുള്ള ആളല്ലേ ഇത്രയും ദൂരം വന്നേ ഓട്ടോറിക്ഷയിൽ? അതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായി. നമുക്ക് പരിചയമുള്ള വണ്ടിക്കല്ലേ വരാൻ പറ്റുള്ളൂ മേഡം, അതുകൊണ്ടാണ് ഞാൻ ഓട്ടോ. നാട്ടിലുള്ള ആളുകൾ മുഴുവൻ ഈ ട്രെയിനും ബസ്സും ഒക്കെ പരിചയപ്പെട്ടാണോ കയറി പോകുന്നത്? ഇവിടെ തന്നെ എങ്ങനെ ട്രെയിനിൽ കയറി പോയാൽ ആദ്യം പരിചയപ്പെടുക അവരെല്ലാരുമായിട്ടും, എന്നിട്ടാണോ യാത്ര ചെയ്യുന്നത്? എനിക്ക് ഇങ്ങോട്ട് അങ്ങനെ ബസ്സിലോ ഒന്നും വരാൻ അറിയത്തില്ല, അതുകൊണ്ടാണ്. ഇതിലറിയായിരുന്നോ ഈ 300 കിലോമീറ്റർ ഒറ്റയ്ക്ക് ഒരാളുടെ കൂടെ ഓട്ടോയിൽ വരാൻ നല്ല പരിചയം? തിരിച്ചിന്ന് ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട് മാഡം, തിരിച്ചിന്ന് ഇവിടെ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട് കുമ്പളി വരെ. ഹലോ, ഷിനു ആണോ? ഷിനു, ഇത് ജീവിതം സാക്ഷി എന്ന് പറഞ്ഞ പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഉർവശിയാണ്. ഇവിടെ മായ ഇരിപ്പുണ്ട്, ബിജു വന്നിട്ടുണ്ട്, മായയുടെ അമ്മ വന്നിട്ടുണ്ട്. അപ്പോ ബിജു ആണ് പരാതിക്കാരൻ. ബിജുവിന്റെ പരാതിയുടെ പേരിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പൊ ഷിനുവിന്റെ കൂടെയാണ് താമസം മായ ഇപ്പോ. അപ്പോ 3 കുട്ടികളെ ഉപേക്ഷിച്ച് ബിജുവിനെ ഉപേക്ഷിച്ച് താമസിക്കുന്നു. അപ്പൊ അതിന്റെ പേരിലാണ് ഒരു പരാതി തന്നേക്കുന്നത്. അപ്പൊ എന്താണ് ഷിനുവിന്റെ അഭിപ്രായം ഇതിനകത്ത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന 15 വർഷമായിട്ട് ഒരുമിച്ച് താമസിച്ചതിന്റെ കുടുംബത്തിൽ നിന്ന് നിങ്ങളൊരു സ്ത്രീയെ മാറ്റി? എന്ത് കാരണമാണ്? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാരണം എന്തായിരിക്കും? അറിയത്തില്ല. നമ്മൾ സാധാരണ ഒരു നാട്ടുകടപ്പനുസരിച്ച് അവര് പിന്നെ കല്യാണം കഴിഞ്ഞ് വേറൊരു പുരുഷന്റെ ഭാര്യ, അങ്ങനെ ഒരു സ്ത്രീയെ നമ്മൾ കൂടെ കൊണ്ട് താമസിപ്പിക്കുമ്പോ അതിനകത്തൊരു ശരിയല്ലായ്ക തോന്നുന്നില്ലേ ഷിനുവിന്? ഉണ്ടോ? അല്ല, അപ്പൊ ഇനി ഷിനുവിന്റെ തീരുമാനം എന്താണ്? കാരണം ഷിനുവിന്റെ തീരുമാനത്തിനനുസരിച്ചാണ് ഇവിടെ നമ്മളൊരു തീർപ്പുണ്ടാക്കുന്നത്. അപ്പോ ഇനിയിപ്പോ ബിജു എന്തായാലും ഡൈവോഴ്സ് തരാൻ തയ്യാറല്ല. ബിജു ഡൈവോഴ്സ് തരാൻ തയ്യാറല്ല. അയാൾക്ക് ഇവരോട് വേണമെന്നുള്ളതുകൊണ്ടല്ല, അയാൾ അത് തരാൻ തയ്യാറല്ല. അയാൾ ഡൈവോഴ്സ് തരാത്ത സ്ഥിതിക്ക് ഒരിക്കലും ഈ സ്ത്രീയെ വിവാഹം കഴിച്ച് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായിരിക്കും ഷിനുവിന്റെ തീരുമാനം? എന്തോ? ഇല്ല, മായ ഒന്നും പറഞ്ഞിട്ടില്ല. മായ ഷിനുവിനോട് ചോദിക്കാനാ പറയുന്നത്. ഷിനുവായിട്ട് സംസാരിച്ച് തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. കാരണം അവർക്ക് എന്താ പറയാൻ പറ്റുന്ന, നിങ്ങൾ ഇവരെ ഒഴിവാക്കിയിട്ട് ഈ കുടുംബം ഒഴിവാക്കിയിട്ട് വരികയാണെങ്കിൽ കല്യാണം കഴിച്ചോളാമെന്ന് ഷിനു പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷെ ഒരിക്കലും ഈ കല്യാണം ഒഴിവാക്കി തരാൻ അയാള് തയ്യാറാവൂല. അപ്പോ ഈ ഒളിവിൽ താമസിക്കുന്ന പോലെ ആജീവനാന്തം താമസിക്കാനേ പറ്റൂ. അപ്പൊ എന്താണ് വേണ്ടത്? ഷിനുവിന്റെ തീരുമാനം എന്താണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. ആ കുഞ്ഞുങ്ങൾക്ക് ഒരു അമ്മയെ കിട്ടും, അവരുടെ അമ്മ. അത് ഷിനു വേണം പറയാൻ. ഷിനു പറയുന്നതിനനുസരിച്ചാണ് ഇവിടെ തീരുമാനം എടുക്കാൻ പോകുന്നത്. എന്തോ? ഓ, മായയുടെ തീരുമാനം അനുസരിച്ച് ചെയ്യാന്നുള്ളതാണോ? അല്ല ഷിനു ഏത് സാഹചര്യം ആയാലും കുഴപ്പമില്ല, മായയെ കൂടെ താമസിപ്പിക്കാനാണോ ഷിനുവിന്റെ തീരുമാനം? അതാ അറിയണ്ടേ. അപ്പൊ ഇതാണ് പിന്നെ ഷിനു തീരുമാനം. ഇവിടെ പറഞ്ഞിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത്, നിങ്ങള് ബിജു ഒഴിവാക്കിയാൽ മായ നിങ്ങൾ കൂടെ താമസിപ്പിക്കാന്ന് പറയുന്നു എന്നാണ് മായ പറയുന്നത്. പക്ഷെ അത് ഒഴിവായിട്ട് ബിജു അത് ഒഴിവാക്കാൻ തരില്ല. അയാൾ പറയുന്നത് വേണ്ട, അപ്പോൾ അവിടെ വെറുതെ താമസിക്കണമെങ്കിൽ താമസിച്ചോട്ടെ, ഞാൻ ഡൈവേഴ്സ് തരില്ല. അപ്പൊ ആ സ്ഥിതിക്ക് എന്താ ചെയ്യേണ്ടത്? അവരൊരുമിച്ച് താമസിക്കുന്നോ ഇല്ലയോ, പക്ഷെ ആ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് തീരെ താല്പര്യമില്ല കുട്ടികൾക്ക്, എങ്കിൽ പോലും അവരെ കോംപ്രമൈസ് ചെയ്ത് താമസിപ്പിക്കാന്നുള്ള ഒരു തീരുമാനമാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? ഓ, മായ തീരുമാനിക്കുന്ന പോലെ. ശരി. അപ്പൊ മായോട് സംസാരിക്കുന്നത്, കാരണം മായ പറഞ്ഞത് ഷിനുവിന്റെ അഭിപ്രായം എന്താന്നുള്ളത് അറിയുക എന്നുള്ളതാ പറഞ്ഞതേ. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്.
അപ്പൊ തിരിച്ച് മായ ആ കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ട് മായ തിരിച്ചു പോകുന്നതില് ഷിനുവിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? മായയുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തില് ബിജുവിന്റെ കൂടെ ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് മനസ്സുകൊണ്ട് ഇനി ഒരുപാട് അകന്നു കഴിഞ്ഞു വരും. പക്ഷെ ആ കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ട് അവര് പോകുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ശരി ശരി ശരി, താങ്ക് യു വെരി മച്ച്. അപ്പൊ അതാണ് അയാളുടെ അഭിപ്രായം. അയാൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അയാളെ സംബന്ധിച്ച് ആ കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ട് പോയാൽ അയാൾക്ക് യാതൊരു വിരോധവുമില്ല. കാരണം ഇത് ഒരു അയാളെ സംബന്ധിച്ച് അയാൾക്ക് ഇപ്പൊ കുറെ കൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതൊരു പുലിവാലാണ്. അവിടെയല്ല ഇവിടെയല്ല. കാരണം അയാളെ സംബന്ധിച്ച് അയാൾ കല്യാണം കഴിക്കാത്ത ആളാണ്, ഇവരെക്കാൾ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളാണ്. നാളെ അയാൾക്ക് ഒരു ബെറ്റർ ലൈഫ് എന്നുള്ളത് തന്നെ അയാൾ നോക്കും. അയാൾ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. അത് മായ എന്താ തീരുമാനിച്ചത് പൊക്കോട്ടെ, ആ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ പോകുന്ന പൊയ്ക്കോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. അത്ര അയാൾക്ക് ചെയ്യാൻ പറ്റും. അയാൾ വളരെ ക്ലിയർ ആണ് അയാൾ. ഇനി നിങ്ങളുടെ ഭാഗമാണ് നിങ്ങൾ പറയണ്ടേ, എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇവിടെ പോകുന്നില്ല മാഡം. അപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കുറിച്ച് എന്താ തീരുമാനം? അത്രയ്ക്ക് ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ വെറുത്തു പോയോ? ബിജുവിന്റെ കൂടെ പോകുന്നില്ല എന്നുള്ളത് അത് പിന്നത്തെ കാര്യം, അത് വിട്ടേക്കുക. പക്ഷെ ആ കുഞ്ഞുങ്ങളെ വളർത്തണോ വേണ്ടയോ നിങ്ങൾക്ക്? എനിക്ക് വേണ്ട. വേണ്ട. നിങ്ങൾ പ്രസവിച്ച കുട്ടികളല്ലേ? അതെ. എന്തുകൊണ്ട് അവരെ വേണ്ടെന്ന് പറയണേ? പക്ഷെ നിങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വേണ്ട നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇനി കൂടുതൽ ഇവരോട് സംസാരിക്കുകയേ വേണ്ട സാർ. ഇതിനകത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡൈവോഴ്സ് വേണമെങ്കിൽ ഇവരെ ജോയിന്റ് ആയിട്ട് കൊടുക്കാം, അത് പെട്ടെന്ന്. അല്ല എങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് കൊടുക്കാം, ബിജുവിന് ഒറ്റയ്ക്ക് കൊടുക്കാം. അതിന്റെ ഗ്രൗണ്ട് വെച്ച് കൊടുത്താൽ കോടതി ഡൈവോഴ്സ് ഗ്രാന്റ് ചെയ്യും. രണ്ടുപേരും കൂടെ ചേർന്ന് കൊടുത്താൽ എത്രയും പെട്ടെന്ന് ജോയിന്റ് ഡൈവോഴ്സ് പെറ്റീഷൻ. അതിന് സമ്മതമില്ലെങ്കിൽ ഭാര്യയ്ക്കോ ഭർത്താവോ നിയമപരമായിട്ട് ഡൈവോഴ്സ് പെറ്റീഷൻ ഫാമിലി കോടതി കൊടുക്കാം. ഇപ്പൊ അവനുമായിട്ട് കൂടെ താമസിക്കണമെങ്കിൽ അവർക്ക് ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുക്കാം, ഇവർക്ക് വേണ്ട ഇയാൾക്കും കൊടുക്കാം. പക്ഷെ അതിനേക്കാൾ എളുപ്പം രണ്ടുപേരും കൂടെ താമസിക്കാൻ യാതൊരു സാഹചര്യവും ഇല്ലെങ്കിൽ ജോയിന്റ് ആയിട്ട് ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നേക്ക് 6 മാസം കഴിയുമ്പം ഇത് ഡൈവോഴ്സ് ആകാം. 6 മാസത്തെ സ്റ്റാറ്റ്യൂട്ടറി പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഡൈവോഴ്സ് ആകാം. ഇത് തീരുമാനിക്കേണ്ടത് ഇനി വരാം. ഇപ്പം ബിജുവിന്റെ ഭാഗത്ത് പറഞ്ഞ ബിജുവിന് ഏത് സാഹചര്യത്തിൽ വരെ വേണ്ടെന്നാ. എനിക്ക് വേണ്ട. ബിജുവിന്റെ ചേട്ടൻ വന്നിട്ടുണ്ടല്ലേ? എന്റെ അമ്മയുടെ അനിയത്തിനുമാണ്. രണ്ടുപേരും അവിടെ അടിമാലി തന്നെയാണ്. അല്ല, ഒരാൾ എന്റെ വീടിന്റെ അടുത്തുള്ള, പുള്ളി താമസിക്കുന്ന മുണ്ടക്കയത്ത്. അപ്പൊ ഇവരുടെ പരാതി കുറെ സംസാരിച്ചു കഴിഞ്ഞു കേട്ടോ. അങ്ങോട്ടും നമ്മൾ എല്ലാം സംസാരിച്ചൊക്കെ നോക്കി. പിന്നെന്താ പറയുന്നത്, ഒരു ഭർത്താവുമായിട്ട് ഇപ്പൊ പിണക്കോ ദേഷ്യമോ പല കാരണങ്ങളും കാണും. ഒരു സ്ത്രീക്ക് പറയാൻ പറ്റുന്നതും പറ്റാത്തോട്ട് ഒരുപാട് കാര്യങ്ങൾ കാണും. പക്ഷെ ഇവർക്ക് കുഞ്ഞുങ്ങളെ വേണ്ടെന്നാ പറയുന്നത്. പിന്നെ അവരോട് നമ്മൾ എന്ത് സംസാരിക്കും? മക്കളെ അവർക്ക് വേണ്ടെന്നാണ് അവർ പറയുന്നത്. നമ്മൾ അയാളോട് സംസാരിച്ചു നോക്കി, അയാൾ പറയുന്നത് മായ എന്ത് തീരുമാനം എടുക്കുന്നോ എടുക്കട്ടെ. ഭർത്താവുമായിട്ട് കൂടെ പോകാനാണോ അങ്ങനെ ആയിക്കോട്ടെ, കുഞ്ഞുങ്ങൾ അമ്മയായിട്ട് താമസിക്കുന്നു അങ്ങനെ ആയിക്കോട്ടെ. അവരുടെ തീരുമാനം എന്തായാലും അവർ അയാൾക്ക് സ്വീകാര്യമാണ്. പക്ഷെ ഇവർക്ക് വേണ്ട എന്നാണ് പറയുന്നത്. ഒരു പെറ്റകല്യാണ സ്ഥാനത്ത് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കാണണം, ഭർത്താവുമായിട്ട് എനിക്ക് താല്പര്യമില്ല താമസിക്കാൻ, വേണ്ട. പക്ഷെ എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് കാണണം, അവരുമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഉപാധി, അതിനൊരു മാർഗം എനിക്ക് കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞാൽ അത് വേറെ കാര്യം. ബിജു എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. നിങ്ങൾക്ക് എന്തും പറയാം. ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭാര്യ മറ്റൊരാളുടെ കൂടെ താമസിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാം, ഡൈവോഴ്സ് കൊടുക്കണ്ട നിങ്ങൾക്ക് തീരുമാനിക്കാം. അതൊക്കെ വേണ്ടും വിധം നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരുമായിട്ട് ആലോചിച്ച് ചെയ്യുക. അപ്പൊ ഞങ്ങൾ എഴുതാൻ പോകുന്നത് ഇതാണ്. ബിജുവും മായയും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഞങ്ങൾ രണ്ടുപേരും വിവാഹമോചനം ചെയ്യാൻ തീരുമാനിച്ചു. അതിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വിവാഹമോചന പെറ്റീഷൻ കട്ടപ്പന കുടുംബ കോടതിയിൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എൻ്റെ ഭർത്താവായ ബിജു എന്നെ വിളിക്കുമ്പോൾ ഞാൻ കട്ടപ്പന കോടതിയിൽ ചെന്ന് വക്കാലത്തിനകത്തും പെറ്റീഷനകത്തും ഒപ്പിടാൻ സമ്മതിച്ചിരിക്കുന്നു. ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിന് പല കാരണങ്ങളും കാണും. അത് എന്തെല്ലാം നമ്മൾ ആ കഥകളൊക്കെ കേട്ടാലും നമ്മൾ അറിയാത്തതായിട്ടും നമ്മൾ ഉദ്ദേശിക്കാത്തതായിട്ടൊക്കെ ഒത്തിരി കാരണങ്ങളുണ്ടാവും. പക്ഷെ മക്കളെ വേണ്ട എന്നൊരമ്മ പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിൻ്റെ ഒരു വിഷമം തീർച്ചയായിട്ടും കണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അത് തോന്നിക്കാണും. ഞങ്ങൾക്കൊക്കെ ഒത്തിരി വിഷമമുണ്ട് ആ കാര്യത്തിൽ. അതിൽ അവരുടെ സാഹചര്യം എന്താണെന്ന് അറിയില്ല. സ്വന്തം മക്കളെ വേണ്ടാന്ന് പറയാനുള്ള സാഹചര്യം എന്താണെന്ന് അറിയില്ല. പ്രായമായ ഒരു അമ്മയും കൂലിപ്പണിക്ക് പോകുന്ന ഒരു ഭർത്താവും
ആ കുഞ്ഞുങ്ങളെ നേരെ നോക്കി വീട്ടിൽ വളർത്താൻ ഉത്തരവാദിത്തമുള്ള ഒരാളില്ല. പക്ഷെ അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് ആ സ്ത്രീ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ജഡ്ജിങ് പാനലിൻ്റെ തീരുമാനം അവർ ഒരുമിച്ച് രണ്ടുപേരും യോജിച്ച് ഡൈവോഴ്സിന് കൊടുക്കുക, ബിജുവിന് നാളെ ഒരു വിവാഹം ചെയ്യാം, ആ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരമ്മ നല്ലൊരു സ്ത്രീ അവരെ നോക്കാൻ വന്നു ചേരട്ടെ എന്ന് പ്രത്യാശിക്കാം, പ്രാർത്ഥിക്കാം. വീണ്ടും കാണാം ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം.